ഹലോ എവ്രി വൺ, എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ന്യൂ SRT സീരീസിലെ അടുത്തൊരു അധ്യായമാണ് 7th സ്റ്റാൻഡേർഡിൽ വരുന്ന അടിസ്ഥാന ശാസ്ത്രത്തിലെ കുറച്ച് പാഠഭാഗങ്ങളാണ് നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് പഠിച്ചു വന്നത്. ഇന്ന് നമ്മൾ ആ ഒരു ടെക്സ്റ്റിലെ തന്നെ ഭാഗം 2-ൽ വരുന്ന മറ്റൊരു അധ്യായമാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഇന്നത്തെ അധ്യായം എന്ന് പറയുന്നത് 8ാമത്തെ അധ്യായമായിട്ടുള്ള ആകാശവിസ്മയങ്ങളാണ്. അധ്യായം 8 ആകാശവിസ്മയങ്ങൾ. അധ്യായം ആരംഭിക്കുന്ന സമയത്ത് ഇവിടെ തന്നിട്ടുള്ളത് ഒരു പത്രവാർത്തയാണ്. സൂര്യഗ്രഹണം ആഘോഷമാക്കി കേരള ജനത. തിരുവനന്തപുരം സൂര്യഗ്രഹണ കാഴ്ച കാണാൻ 100 കണക്കിന് ആളുകൾ കനകക്കുന്ന് കൊട്ടാരത്തിലെത്തി. സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ചും സൂര്യഗ്രഹണം കാണാൻ സംവിധാനം ഒരുക്കിയിരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ ഗ്രഹണം സംഭവിക്കുന്നത്? അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നിഴലുകളെ കുറിച്ച് പഠിക്കണം. അപ്പോൾ എന്താണ് നിഴൽ എന്ന് പറയുന്നത്? ഇവിടെ തന്നിട്ടുള്ള ഈ ചിത്രം നോക്കിക്കേ. ഈ മരത്തിൻ്റെ നിഴൽ ഇങ്ങനെ കാണുന്നുണ്ട്. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. മരത്തിൻ്റെ നിഴൽ രാവിലെ ഏത് ദിശയിലായിരിക്കും കാണുന്നത്? നിഴലിന് എങ്ങനെയായിരിക്കും, നിഴലിൻ്റെ രീതി എങ്ങനെയായിരിക്കും? നിഴലിന് നീളം കൂടുതലായിരിക്കില്ലേ? ഈ ഒരു നിഴലിന് നീളം കൂടുതലായിരിക്കും. ഇത് പടിഞ്ഞാറ് ദിശയിലേക്കുമായിരിക്കും കാണുന്നത്. ഈ മരത്തിൻ്റെ നിഴൽ വൈകുന്നേരം ഏത് ദിശയിലായിരിക്കും? ഈ മരത്തിൻ്റെ നിഴൽ വൈകുന്നേരം കാണപ്പെടുന്നത് കിഴക്ക് ദിശയിലായിരിക്കുകയും ചെയ്യും. നിഴലിൻ്റെ നീളത്തിന് വ്യത്യാസം സംഭവിക്കില്ലേ? ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മുടെ നിഴൽ രാവിലെയും വൈകുന്നേരവും ഉണ്ടാകുന്നതിൻ്റെ നീളം, വൈകുന്നേരം നിഴലിന് നീളം കൂടുതലായിരിക്കും. എന്നാൽ അവിടെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നിഴലിന് ഉച്ചയ്ക്ക് നീളം കുറവായിരിക്കും. കൂടാതെ ഈ മരത്തിൻ്റെ വെച്ച് പറയുമ്പോൾ നിഴൽ മരച്ചുവട്ടിൽ തന്നെയായിരിക്കും കാണപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു മരത്തിൻ്റെ ഉദാഹരണം വെച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഓരോ സമയത്തും ഓരോ ദിശയിലേക്കായിരിക്കും നിഴൽ കാണപ്പെടുന്നത്. മാത്രമല്ല ആ നിഴലിൻ്റെ വലിപ്പത്തിനും വ്യത്യാസമുണ്ടാകുന്നു. ഇനി ഇതിവിടെ താഴെ ചെറിയൊരു വള കാണിക്കുന്നുണ്ട്. ഈ ഒരു വസ്തുവിന് എപ്പോഴും ഒരേ ആകൃതിയാണോ കാണുന്നത്? ഒരേ ആകൃതിയിലുള്ള നിഴലാണോ കാണുന്നത്? ഇവിടെ ഈ ടോർച്ച് അടിക്കുന്ന സമയത്ത് നമുക്ക് കാണപ്പെടുന്ന ആകൃതിയും നിഴലും വ്യത്യാസമില്ലേ? ഇവിടെ വള 1 ചിത്രം 1 നോക്കുമ്പോൾ ഇവിടെ കാണുന്ന രീതിയിൽ ടോർച്ച് പ്രകാശിപ്പിക്കുമ്പോൾ ഭിത്തിയിൽ പതിക്കുന്ന നിഴലിൻ്റെ ആകൃതി എങ്ങനെയായിരിക്കും? അതുപോലെ തന്നെ രണ്ടാമത്തേതിലും മൂന്നാമത്തേതിലും ടോർച്ച് പ്രകാശിപ്പിക്കുന്ന സമയത്ത് ഏത് നിഴലായിരിക്കും, ഏത് രൂപത്തിലായിരിക്കും നിഴൽ കാണപ്പെടുന്നത്? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ നിഴൽ നമുക്ക് ഒരുപോലെ ആയിരിക്കില്ല കാണപ്പെടുന്നത്, അല്ലേ? വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് വസ്തുക്കൾ തന്നിട്ടുണ്ട്. പേന, ക്രിക്കറ്റ് ബോൾ, ചില്ല്, ഇൻസ്ട്രുമെൻറ്റ് ബോക്സ്, പ്ലേറ്റ്, സ്റ്റീൽ ഗ്ലാസ്, ഫുട്ബോൾ, ഇവയൊക്കെ പല രീതിയിൽ ചുവരിലേക്ക് പിടിച്ച് അതിലേക്ക് ടോർച്ച് പ്രകാശിപ്പിച്ചുകൊണ്ട് ആ നിഴൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നിരീക്ഷിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് വസ്തുക്കൾ പിടിച്ചുകൊണ്ട് നിഴലിൻ്റെ രൂപം നിരീക്ഷിക്കുക. നിഴലിൻ്റെ രൂപം മാറുന്നുണ്ടോ മാറുന്നില്ലേ എന്ന്. അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ളതുപോലെ ഈ ഒരു വള പല രീതിയിൽ പിടിക്കുമ്പോൾ പല തരത്തിലല്ലേ നിഴലുകൾ വരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? നിഴലിന് രൂപമാറ്റം സംഭവിക്കുന്നുണ്ട്. ഇനി ഈ ഓരോ സാമഗ്രികളും ഉപയോഗിച്ചുകൊണ്ട് ഈ ഓരോ വസ്തുക്കളും ഇതുപോലെ പിടിച്ച് നിഴലിന് രൂപമാറ്റം വരുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുക. ഇപ്പോൾ പേന ഒരു ഭിത്തിയിലേക്ക് പിടിച്ചു നോക്കി പലതരത്തിൽ പിടിച്ചു നോക്കുമ്പോൾ എങ്ങനെയാണ്? നിഴലിന് രൂപമാറ്റം സംഭവിക്കില്ലേ? സംഭവിക്കുന്നുണ്ട്. ഫുട്ബോൾ ആണെങ്കിലോ ഈ ഫുട്ബോൾ ഈ ഒരു സ്പെരിക്കൽ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് അത് എങ്ങനെ തിരിച്ചു വെച്ചാലും ആ ഒരു രൂപം തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ്? രൂപം മാറുന്നില്ല. മൂന്നാമത് നമ്മളോട് എന്താണ് പറഞ്ഞത്? ക്രിക്കറ്റ് ബോൾ എങ്ങനെയാണ്? അതിൻ്റെ രൂപം മാറുമോ? ഫുട്ബോൾ പോലെ തന്നെയല്ലേ? രൂപം മാറുന്നില്ല. ചില്ലാണെങ്കിലോ ചില്ലിന് നിഴൽ രൂപപ്പെടില്ല. ഇൻസ്ട്രുമെൻറ്റ് ബോക്സിന് രൂപം മാറും. പ്ലേറ്റ് ആണെങ്കിൽ രൂപം മാറും. സ്റ്റീൽ ഗ്ലാസിൻ്റെയും രൂപം മാറും. അപ്പോൾ ഇവിടെ എല്ലാ വസ്തുക്കൾക്കും നിഴലുണ്ടോ? എല്ലാ വസ്തുക്കൾക്കും നിഴലില്ല കേട്ടോ. എല്ലാ വസ്തുക്കൾക്കും നിഴലില്ല. ഇവിടെ എന്താണ് പ്രത്യേകത വരുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ചില്ലിന് നിഴൽ രൂപപ്പെടുന്നില്ല. എന്താ കാര്യം? അതാര്യ വസ്തുക്കൾക്ക് മാത്രമാണ് നിഴൽ സൃഷ്ടിക്കപ്പെടുന്നത്. ചില്ലെന്താണ്? സുതാര്യമാണ്. അപ്പോൾ അതാര്യ വസ്തുക്കൾക്ക് മാത്രമേ നിഴൽ രൂപപ്പെടുകയുള്ളൂ. എല്ലാ വസ്തുക്കൾക്കും നിഴൽ രൂപപ്പെടുന്നില്ല. അപ്പോൾ ഈ നിഴലും പ്രകാശവും തമ്മിൽ എന്തോ ബന്ധമുണ്ട് എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലായില്ലേ? എന്താണത്? എല്ലാ അതാര്യ വസ്തുക്കൾക്കും നിഴലുണ്ട്.
പ്രകാശ സ്രോതസ്സിന്റെ എതിർദിശയിലായിരിക്കും നിഴൽ രൂപപ്പെടുന്നത്. അതാണ് നമ്മൾ നേരത്തെ മരത്തിന്റെ കേസ് പറഞ്ഞപ്പോൾ രാവിലെ എവിടെയായിരിക്കും മരത്തിന്റെ നിഴൽ കാണുന്നത്? രാവിലെ നിഴൽ കാണുന്നത് പടിഞ്ഞാറ് ദിശയിലായിരിക്കും. ഇവിടെ പറഞ്ഞതുപോലെ പ്രകാശ സ്രോതസ്സിന്റെ എതിർദിശയിലായിരിക്കും നിഴൽ രൂപപ്പെടുന്നത്. മാത്രമല്ല നമ്മൾ ഫുട്ബോളിൻ്റെയും ക്രിക്കറ്റ് ബോളിൻ്റെയും കാര്യം പറഞ്ഞപ്പോൾ എങ്ങനെയാണ്? രൂപം മാറുന്നില്ല എന്ന് പറഞ്ഞില്ലേ? നിഴലിൻ്റെ രൂപം മാറുന്നില്ല. എന്താ കാരണം? ഗോളാകൃതിയിലുള്ള വസ്തുക്കൾക്ക് മാത്രമേ എപ്പോഴും വൃത്താകൃതിയിലുള്ള നിഴലുണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് ക്രിക്കറ്റ് ബോളിനും ഫുട്ബോളിനും നിഴലിൻ്റെ രൂപം മാറാത്തത്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ആകാശഗോളങ്ങളുടെ നിഴലിനെ കുറിച്ച് പഠിക്കാൻ പോവാണ്. അപ്പോൾ ഭൂമിയും ചന്ദ്രനും മറ്റ് ഗോളങ്ങളും അതാര്യ വസ്തുക്കളാണല്ലോ. അതുകൊണ്ട് തന്നെ എന്താണ്? അവയ്ക്ക് നിഴലുണ്ടാകും. എല്ലാ അതാര്യ വസ്തുക്കൾക്കും നിഴലുണ്ട്. ഭൂമിയും ചന്ദ്രനും അതുപോലെ തന്നെയുള്ള മറ്റ് ഗോളങ്ങളുമൊക്കെ അതാര്യ വസ്തുക്കളായതുകൊണ്ട് ഇവയ്ക്ക് നിഴലുണ്ടാകും. ഇനി ഇവിടെ ഈ ചിത്രം നോക്കിക്കേ. സൂര്യനും ഭൂമിയും നൽകിയിട്ടുണ്ട്. നമ്മുടെ പ്രകാശ സ്രോതസ്സായിട്ടുള്ള സൂര്യൻ വലുതാണെന്നും നമ്മുടെ ഭൂമി സൂര്യനെ അപേക്ഷിച്ച് വളരെ ചെറുതാണ് എന്നുള്ളതും നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു ചിത്രത്തിൽ തന്നിട്ടുള്ളതുപോലെ സൂര്യപ്രകാശം ഭൂമിയിലെത്തുന്നതിൻ്റെ ഒരു രേഖാചിത്രമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഈ ഒരു ചിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമി സൂര്യപ്രകാശത്തെ കടത്തിവിടാത്തത് കൊണ്ട്, ഇവിടെ കണ്ടോ ഈ ഭൂമി അതാര്യ വസ്തു അല്ലേ? അപ്പോൾ ഭൂമി ഈ സൂര്യപ്രകാശത്തെ കടത്തിവിടുന്നില്ല. അതുകൊണ്ട് എന്താണ് ഈ ഒരു ഭാഗത്ത് ഭൂമിയുടെ നിഴൽ രൂപപ്പെടുന്ന ഭാഗമാണ് ഇവിടെ എ എന്ന് മാർക്ക് ചെയ്ത് നമുക്ക് തന്നിട്ടുള്ളത്. ഈ എ എന്ന് ഷെയ്ഡ് ചെയ്ത് തന്നിട്ടുള്ള ഈ ഒരു ഭാഗം ഏത് ഷേപ്പിലാണ് കാണുന്നത്? കോൺ ഐസ്ക്രീം കപ്പ് പോലെയല്ലേ? കോൺ ഐസ്ക്രീം കപ്പ് പോലെയാണ് ഈ ഒരു നിഴലിൻ്റെ, ഭൂമിയുടെ നിഴലിൻ്റെ ആകൃതി വരുന്നത്. ഇത് ക്ലിയർ അല്ലേ? സൂര്യനിൽ നിന്നുള്ള രശ്മികൾ ഭൂമിയിൽ പതിക്കുന്നു. ഭൂമി അതാര്യ വസ്തു ആയതുകൊണ്ട് സൂര്യപ്രകാശത്തെ കടത്തിവിടുന്നില്ല. അപ്പോൾ ഭൂമിയുടെ നിഴൽ രൂപപ്പെടുന്ന ഭാഗം ഇവിടെ എ എന്ന് മാർക്ക് ചെയ്ത് നൽകിയിട്ടുണ്ട്. ഈ എ എന്ന ഈ ഭാഗം, ഭൂമിയുടെ നിഴൽ രൂപപ്പെടുന്ന ഭാഗം കോൺ ഷേപ്പ്, കോൺ ഐസ്ക്രീം ഷേപ്പ് പോലെയാണ് രൂപപ്പെട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം ഇനി ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ്, നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കത്തക്ക വിധത്തിൽ കുറച്ച് ഭാഗങ്ങൾ തന്നിട്ട് ശ്രദ്ധിക്കുക, മനസ്സിലായി എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, ഭൂമി ഒരു അതാര്യ വസ്തുവായതിനാൽ നിഴൽ രൂപപ്പെടുന്നു. സൂര്യന് എതിർദിശയിലായിരിക്കും എപ്പോഴും ഭൂമിയുടെ നിഴൽ രൂപപ്പെടുന്നത് അല്ലേ? സൂര്യന് എതിർദിശയിലാണ് എപ്പോഴും ഭൂമിയുടെ നിഴൽ രൂപപ്പെടുന്നത്. സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കണം. ശരിയോ തെറ്റോ എന്ന രീതിയിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അകലേക്ക് പോകുന്തോറും ഭൂമിയുടെ നിഴൽ ചെറുതായി ചെറുതായി ഇല്ലാതെയാകുന്നു. അകലേക്ക് പോകുന്തോറും ഭൂമിയുടെ നിഴൽ ചെറുതായി ചെറുതായി ഇല്ലാതെയാകുന്നു. ഓക്കെ അല്ലേ? ഇനി ഭൂമിയുടെ നിഴലിൻ്റെ ആകൃതി എങ്ങനെയാണ്? നമ്മളിപ്പോൾ കണ്ടു. എന്താണ്? കോൺ ഐസ്ക്രീം കപ്പ് പോലെയാണ്. ഭൂമിയുടെ നിഴൽ രൂപപ്പെടുന്ന ഭാഗത്ത് പകലായിരിക്കുമോ രാത്രിയായിരിക്കുമോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഭൂമിയുടെ നിഴൽ രൂപപ്പെടുന്ന ഈ ഭാഗത്ത്, നിഴൽ വരുന്ന ഭാഗത്ത് എന്തായിരിക്കും? രാത്രിയായിരിക്കും അല്ലേ? ഒരു ആകാശഗോളത്തിൽ പ്രകാശം പതിക്കുന്ന ഭാഗത്ത് പകലും നിഴൽ ഉണ്ടാകുന്ന ഭാഗത്ത് രാത്രിയുമായിരിക്കും ഉണ്ടാകുന്നത്. സൂര്യരശ്മികൾ പതിക്കുന്ന ഭാഗത്ത് പകലും നിഴൽ വരുന്ന ഭാഗത്ത് രാത്രിയും. ഇനി ഇവിടെ തന്നിട്ടുള്ളതുപോലെ ഭൂമിയുടേതുപോലെ തന്നെയാണോ എല്ലാ ആകാശഗോളങ്ങളുടെയും സൈസ് വരുന്നത്? എല്ലാ ആകാശഗോളങ്ങളും ഒരേ വലിപ്പം തന്നെയാണോ ഉള്ളത്? അല്ല അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് സൗരയൂഥം, അവയുടെ സൈസ്, അവയുടെ വലിപ്പം അനുസരിച്ച് ക്രമത്തിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളതുപോലെ ഈ ചിത്രം ഒന്ന് നിരീക്ഷിക്കുക. ആകാശഗോളങ്ങളുടെ വലിപ്പ വ്യത്യാസം അനുസരിച്ച് അവയ്ക്കുണ്ടാകുന്ന നിഴലിനും വ്യത്യാസമുണ്ടാകുന്നു എന്നുള്ളതും നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. ആകാശഗോളങ്ങളുടെ വലിപ്പത്തിനനുസരിച്ച് അവയുടെ നിഴലും വ്യത്യാസപ്പെട്ടിരിക്കും. ഇനി ഒരു ആകാശഗോളത്തിൽ പ്രകാശം പതിയുന്ന ഭാഗത്ത് പകലും നിഴലുണ്ടാകുന്ന ഭാഗത്ത് രാത്രിയും അനുഭവപ്പെടുന്നു. ഒരു ആകാശഗോളത്തിൽ പ്രകാശം പതിയുന്ന ഭാഗത്ത് പകലും നിഴലുണ്ടാകുന്ന ഭാഗത്ത് രാത്രിയും അനുഭവപ്പെടുന്നു. ഇനി ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ. ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുന്ന ഒരു ഗോളമാണ്. നമുക്കറിയാം ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ വരാൻ സാധ്യതയുള്ള സ്ഥാനം ഇവിടെ ഈ ചിത്രം നോക്കി നമ്മൾ പറയാം. അതായത് ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്താണ് വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ചന്ദ്രൻ ഭൂമിയുടെ നിഴലിൽ വരാൻ സാധ്യതയുള്ള ചിത്രം ഇവിടെ താഴെ
ഇപ്പോൾ ഇവിടെ 2 ചിത്രങ്ങളാണ് തന്നിട്ടുള്ളത്. ചിത്രം എയിൽ ചന്ദ്രൻ ഭൂമിക്കും സൂര്യനും ഇടയിൽ വരുന്ന ഒരു സാഹചര്യം, ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ വരുന്ന സാഹചര്യം. ഇതിലേതിലായിരിക്കും ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ വരാനുള്ള സാധ്യത? നമ്മൾ നേരത്തെ കണ്ട ഈ ചിത്രത്തിൽ, ഇവിടെ ഈ ചിത്രം നോക്കി നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടെ ക്ലിയർ ആയിരിക്കും. സൂര്യൻ്റെ നിഴല് ഭൂമിയുടെ ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ ഇവിടെ ചന്ദ്രൻ വന്നാലല്ലേ അത് കുറച്ചുകൂടെ കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഈ ചിത്രം ഒന്നുകൂടെ നോക്കിക്കേ. സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലേക്ക് എത്തുന്നു, ഇവിടെ ഭൂമിയുടെ നിഴല് വരുന്നു. അപ്പോൾ ഇവിടെ നമ്മളോട് എന്താ ചോദിച്ചത്? ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ വരാൻ സാധ്യതയുള്ള സ്ഥാനം ഏതാണ്? ചിത്രം ബി അല്ലേ? ചിത്രം ബി ആണ് കേട്ടോ. ഇനി താഴെ മറ്റൊരു ചിത്രം കൂടി കൊടുത്തിട്ടുണ്ട്. താഴെ കൊടുത്തിട്ടുള്ള ചിത്രത്തിൽ സൂര്യൻ, ഭൂമി എന്നീ ആകാശഗോളങ്ങളും ചന്ദ്രൻ്റെ പരിക്രമണ പാതയുമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇവിടെ ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും പരിക്രമണം ചെയ്യുന്ന പാതയിലെ വിവിധ സ്ഥാനങ്ങളാണ് ബി, സി, ഡി എന്നിങ്ങനെ മെൻഷൻ ചെയ്ത് തന്നിട്ടുള്ളത്. ഇനി ക്വസ്റ്റ്യൻസ് ആണ്. ഇവയിൽ ഏത് സ്ഥാനത്തെത്തുമ്പോഴാണ് ചന്ദ്രൻ ഭൂമിയുടെ നിഴലിൽ പ്രവേശിക്കുന്നത്? അതിപ്പോൾ ഇനി ക്വസ്റ്റ്യൻസ് നൽകിയിട്ടുണ്ട്, നോക്കിക്കേ. ഇവയിൽ ഏത് സ്ഥാനത്ത് വരുമ്പോഴാണ് ചന്ദ്രൻ ഭൂമിയുടെ നിഴലിൽ പ്രവേശിക്കുന്നത്? നമ്മൾ നേരത്തെ കണ്ടില്ലേ, എവിടെയാണ്, ഏത് ഭാഗത്താണ്? ഈ ചിത്രത്തിൽ നോക്കിയാൽ അറിയാം, ബിയിലാണ്. ഇവിടെ നൽകിയിട്ടുണ്ട്, ബി എന്ന് നൽകിയിട്ടുണ്ട്. ഈ ബിയിലേക്ക് എത്തുമ്പോൾ ചന്ദ്രൻ ഭൂമിയുടെ നിഴലിൽ പ്രവേശിക്കുന്നു. അടുത്തത്, ഏത് സ്ഥാനത്തെത്തുമ്പോഴാണ് ചന്ദ്രൻ പൂർണ്ണമായിട്ടും ഭൂമിയുടെ നിഴലിൽ വരുന്നത്? സി ആണല്ലേ, സി ആണ്. ചന്ദ്രൻ ഭൂമിയുടെ നിഴലിൽ നിന്ന് പൂർണ്ണമായും പുറത്തെത്തുന്ന സ്ഥാനം ഏതാണ്? അത് ഡി ആണ്. ഇവിടെ പുറത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വന്നത് ഒരു വലിയ ആശയമാണ്. അതായത് മുകളിലെ ചിത്രത്തിൽ സൂര്യപ്രകാശം പതിയുന്ന ചന്ദ്രൻ്റെ ഭാഗമാണ് ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്നത്. ഈ ദിവസം ഭൂമിയിൽ നിന്ന് ചന്ദ്രനെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. എന്നാൽ സി എന്ന സ്ഥാനത്ത് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? ഇവിടെ ചന്ദ്രനെ നമുക്ക് കാണാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? ഇവിടെ ഭൂമിയുടെ നിഴല് ഇവിടെ ഇങ്ങനെ വരുന്നത് കൊണ്ടാണ്. ഭൂമിയുടെ നിഴല് ചന്ദ്രനിൽ വരുന്നത് കൊണ്ടാണ് ഇവിടെ ചന്ദ്രനെ കാണാൻ സാധിക്കാത്തത്. അപ്പോൾ നമ്മൾ ചന്ദ്രഗ്രഹണം എന്നൊരാശയത്തിലേക്ക് എത്തി. എന്താണ് ചന്ദ്രഗ്രഹണം അഥവാ ലൂണാർ എക്ലിപ്സ് എന്ന് പറഞ്ഞാൽ? ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ നേർരേഖയിൽ വരുന്നുണ്ട്. ഈ സമയം ഭൂമിയുടെ നിഴലിലായിരിക്കും ചന്ദ്രൻ ഉണ്ടാവുന്നത്. ഇതിനെയാണ് ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുന്ന സമയത്ത്, അതായത് ചന്ദ്രൻ ഭൂമിയെ ഇങ്ങനെ വലം വെച്ച് വരുന്ന സമയത്ത് ചില സമയങ്ങളിൽ ഭൂമി സൂര്യനും ചന്ദ്രനും നേർരേഖയിൽ വരുന്ന ഒരു സമയമുണ്ടാകും. ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിലായിട്ട് ഇങ്ങനെ നേർരേഖയിൽ വരുന്ന ഒരു സമയമുണ്ടാകുന്നു. ഈ സമയം ഭൂമിയുടെ നിഴലിലായിരിക്കും ചന്ദ്രൻ. ആ സമയം ചന്ദ്രനെ കാണാനായിട്ട് സാധിക്കില്ല. ഇതാണ് ചന്ദ്രഗ്രഹണം. ക്ലിയർ അല്ലേ? കോഡായിട്ട് പറയാറുണ്ട് സൺ, എർത്ത്, മൂൺ എന്നുള്ളത്, സെം എന്ന് പറയാറുണ്ട്. ഇത് ലൂണാർ എക്ലിപ്സിൻ്റെ ആണ്, ചന്ദ്രഗ്രഹണത്തിൻ്റെതാണ്. ഇങ്ങനെ ഓർത്ത് വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും കമ്പയർ ചെയ്ത് പഠിക്കാനൊക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. ഇല്ല ഇനി ഇങ്ങനെ വേണ്ട, ഈ ഒരു ആശയം മനസ്സിലാക്കിയാൽ മതിയെങ്കിൽ അങ്ങനെ ചെയ്യാൻ. നിങ്ങളുടെ ഇഷ്ടമാണ് എങ്ങനെ പഠിക്കണം എന്നുള്ളത്. ഇങ്ങനെ പഠിച്ച് കാണാറുണ്ട് കേട്ടോ. സണ്ണിനും മൂണിനും ഇടയിലായിട്ട് ഏർത്ത് വരുന്ന സമയം, ഈ നേർരേഖയിൽ വരുന്ന സമയത്ത് മൂൺ ഇവിടെ എക്ലിപ്സിൽ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയമാണ് ലൂണാർ എക്ലിപ്സ് എന്ന് പറയുന്നത് എന്ന് പറയുന്നു. ഓക്കെ ആണല്ലോ? ക്ലിയർ അല്ലേ? നമുക്ക് അടുത്തയിലേക്ക് പോകാം. ആകാശത്ത് ദൃശ്യമാകുന്ന മനോഹര പ്രതിഭാസങ്ങളിലൊന്നാണ് ചന്ദ്രഗ്രഹണം. പൂർണ്ണഗ്രഹണ സമയത്ത് ചന്ദ്രൻ ഓറഞ്ച് കലർന്ന ചുവപ്പ് നിറത്തിൽ മങ്ങിയാണ് കാണപ്പെടുന്നത്. അപ്പോൾ ചന്ദ്രഗ്രഹണം നമ്മൾ പഠിച്ചു. ഇനി സൂര്യഗ്രഹണം. സൂര്യഗ്രഹണം എങ്ങനെ സംഭവിക്കുന്നു? സൂര്യനും ഭൂമിക്കും ഇടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക? ഇപ്പം നമ്മൾ പഠിച്ചത് എന്താണ്? ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ നേർരേഖയിൽ വന്നു. എന്ത് സംഭവിച്ചു? ചന്ദ്രഗ്രഹണം ഉണ്ടായി. ഇങ്ങനെയാണെങ്കിൽ സൂര്യനും ഭൂമിക്കും ഇടയിൽ ചന്ദ്രൻ വരികയാണെങ്കിലോ? അപ്പോൾ ഭൂമിയേക്കാൾ ചെറിയ ഗോളമാണല്ലോ ചന്ദ്രൻ എന്ന് പറയുന്നത്. ചന്ദ്രൻ്റെ നിഴലിന് ഭൂമിയെ പൂർണ്ണമായിട്ടും കവർ ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ? കുറച്ച് ഭാഗം എന്തായാലും കാണും. അപ്പോൾ ഇവിടെ ഈ ചിത്രം ഒന്ന് നിരീക്ഷിച്ചേ. സൂര്യനിൽ നിന്ന്, നമ്മുടെ പ്രകാശ സ്രോതസ്സിൽ നിന്ന് പ്രകാശം വരുന്നു. ഇവിടെ ചന്ദ്രൻ ഭൂമിയുടെ മുന്നിലായിട്ട്, അതായത് സൂര്യൻ്റെയും
ഭൂമിയുടെ നടുവിലായിട്ട് ചന്ദ്രനെത്തി. ചന്ദ്രൻ്റെ നിഴൽ സ്വാഭാവികമായിട്ടും ഇങ്ങനെ സൂര്യന് പ്രകാശ സ്രോതസ്സിന് ഓപ്പോസിറ്റായിട്ട് പതിക്കുമല്ലോ. അപ്പോൾ ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിൽ പതിക്കുന്ന ഭാഗമാണ് ഇത്. ഭൂമി ഇവിടെ ഇതുപോലെ ഭൂമിക്കും സൂര്യനിൽ നിന്നുള്ള പ്രകാശം ലഭിച്ച് ഇവിടെ ഒരു നിഴൽ ഉണ്ടാകുന്നുമുണ്ട്. ഈ ചിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം, ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയെ പൂർണ്ണമായി മറയ്ക്കുന്നില്ല. ഭൂമിയിൽ ചന്ദ്രൻ്റെ നിഴൽ വീഴുന്ന ഭാഗത്തുള്ളവർക്ക് ഈ സമയം സൂര്യനെ കാണാൻ സാധിക്കുകയുമില്ല. ചന്ദ്രൻ സൂര്യനെ മറയ്ക്കുന്നത് കൊണ്ടാണ് ഈ സമയം എന്താണ് സൂര്യനെ കാണാൻ സാധിക്കാത്തത്. ഈ സമയത്ത് എന്താണ് ചന്ദ്രൻ സൂര്യനെ മറയ്ക്കുന്നുണ്ട്. ആ സമയത്ത് ചന്ദ്രൻ്റെ നിഴൽ കാരണം ഭൂമിയിൽ ഒരു നിശ്ചിത സ്ഥലത്ത് സൂര്യനെ കാണാനായിട്ട് സാധിക്കില്ല. ഇതിനെയാണ് സൂര്യഗ്രഹണം എന്ന് പറയുന്നത്. സൂര്യഗ്രഹണം എന്താണ്? സൂര്യഗ്രഹണം അഥവാ സോളാർ എക്ലിപ്സ് എന്നത് ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ചന്ദ്രൻ അപൂർവമായി ഭൂമിക്കും സൂര്യനും ഇടയിൽ നേർരേഖയിൽ വരുന്നു. ഈ സമയം ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിൽ വീഴുന്നു. ചന്ദ്രൻ്റെ നിഴൽ വീഴുന്ന പ്രദേശത്തുള്ളവർക്ക് ചന്ദ്രൻ്റെ മറവ് കാരണം സൂര്യനെ കാണാൻ സാധിക്കുകയില്ല. ഇതിനെയാണ് സൂര്യഗ്രഹണം എന്ന് പറയുന്നത്. സൂര്യഗ്രഹണം. ചന്ദ്രൻ്റെ നിഴൽ വീഴുന്ന ഭൂപ്രദേശത്തുള്ളവർക്ക് മാത്രമാണ് സൂര്യഗ്രഹണം ദൃശ്യമാകുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ സൂര്യഗ്രഹണം എന്താണ് എന്നുള്ളത് ക്ലിയർ ആയല്ലോ. സൂര്യഗ്രഹണം പകലാണോ രാത്രിയാണോ സംഭവിക്കുന്നത്? ഇവിടെ ചോദിച്ചിട്ടുണ്ട്. സൂര്യഗ്രഹണം എപ്പോഴും പകൽ സമയത്തായിരിക്കും കേട്ടോ. സൂര്യഗ്രഹണം എപ്പോഴും പകൽ സമയത്താണ് സംഭവിക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നോക്കുകയാണെങ്കിൽ സൺ, മൂൺ, എർത്ത്, ഇവിടെ ഏതാണ് നടുക്ക് വരുന്നത് എന്നുള്ളത് നോക്കിയാൽ മതി. മൂണാണെങ്കിൽ അത് സോളാർ എക്ലിപ്സ് ആയിരിക്കും, എർത്ത് ആണെങ്കിൽ അത് ലൂണാർ എക്ലിപ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ പേര് വെച്ച് പറഞ്ഞത് മൂൺ വരികയാണെങ്കിൽ, സെൻറ്ററിൽ മൂൺ വരികയാണെങ്കിൽ സോളാർ എക്ലിപ്സ് ആണ് എന്ന രീതിയിൽ ഓർത്ത് വെച്ചാലും മതി. അത് നിങ്ങൾക്ക് വിട്ടിരിക്കുന്നു, നിങ്ങളുടെ ഇഷ്ടത്തിന് പ്രിപ്പയർ ചെയ്യാം കേട്ടോ. ഇനി സൂര്യഗ്രഹണം വിവിധ തരത്തിലുണ്ട്, അതാണ് നമ്മളിനി നോക്കുന്നത്. ഇവിടെ നോക്കിക്കേ, വിവിധ സൂര്യഗ്രഹണങ്ങളുടെ ചിത്രങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഏതൊക്കെയാ? പൂർണ്ണ സൂര്യഗ്രഹണം, വലയ സൂര്യഗ്രഹണം, ഭാഗിക സൂര്യഗ്രഹണം. പൂർണ്ണ സൂര്യഗ്രഹണവും വലയ സൂര്യഗ്രഹണവും ഭാഗിക സൂര്യഗ്രഹണവും ഒക്കെ നമുക്ക് ദൃശ്യമാകാറുണ്ട്. അപ്പോൾ പൂർണ്ണ സൂര്യഗ്രഹണം എന്ന് പറഞ്ഞാൽ എന്താ? ചന്ദ്രൻ സൂര്യനെ പൂർണ്ണമായിട്ട് മറച്ചതായിട്ട് നമുക്ക് കാണപ്പെടും. സൂര്യൻ അന്തരീക്ഷമായിട്ടുള്ള ഈ കൊറോണ, സൂര്യൻ്റെ അന്തരീക്ഷത്തെയാണല്ലോ നമ്മൾ കൊറോണ എന്ന് പറയുന്നത്, കിരീടം, ക്രൗൺ എന്നുള്ളത്. അപ്പോൾ സൂര്യൻ്റെ അന്തരീക്ഷമായിട്ടുള്ള ഈ കൊറോണ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് പൂർണ്ണ സൂര്യഗ്രഹണം. ഇനി വലയ സൂര്യഗ്രഹണം എന്താണ്? സൂര്യൻ്റെ മധ്യഭാഗം ചന്ദ്രനാൽ മറയ്ക്കപ്പെടുന്നുണ്ട്. അപ്പോൾ സൂര്യൻ്റെ പുറം ഭാഗം ഒരു വലയമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് വലയ സൂര്യഗ്രഹണം. ഇനി എന്താണ് ഭാഗിക സൂര്യഗ്രഹണം? ചന്ദ്രൻ സൂര്യനെ ഭാഗികമായി മാത്രം മറയ്ക്കുമ്പോൾ, ഇവിടെ ഭാഗികം എന്ന പേരിൽ നിന്ന് തന്നെ കിട്ടുന്നത് പോലെ തന്നെ ചന്ദ്രൻ സൂര്യനെ ഭാഗികമായി മാത്രം മറയ്ക്കുന്നു. സൂര്യൻ്റെ ദൃശ്യഭാഗം ചന്ദ്രക്കലയുടെ ആകൃതിയിൽ കാണപ്പെടുന്നു എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതാണ് ഭാഗിക സൂര്യഗ്രഹണം. ഈ സൂര്യഗ്രഹണം എല്ലാം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എങ്ങനെയാണ് ഈ സൂര്യഗ്രഹണ നിരീക്ഷണം നടക്കുന്നത്? എങ്ങനെ സുരക്ഷിതമായി നമുക്ക് സൂര്യഗ്രഹണം നിരീക്ഷിക്കാം എന്നുള്ളതൊക്കെ നമ്മളിവിടെ പഠിക്കാൻ പോവാണ്, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പോവാണ്. സൂര്യഗ്രഹണം കാണുന്നതിനായിട്ട് പ്രത്യേക സ്ഥലങ്ങൾ, ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ നിരീക്ഷണത്തിന് അതിനനുയോജ്യമായിട്ടുള്ള സ്ഥലങ്ങളും അവിടെ പാലിക്കേണ്ടതായിട്ടുള്ള ചില മുൻകരുതലുകളൊക്കെ ഉണ്ട്. അത് ആ സമയങ്ങളിൽ പത്രവാർത്തകളിലും ന്യൂസുകളിലൊക്കെ ആയിട്ട് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് സുരക്ഷിതമായിട്ട് സൂര്യഗ്രഹണം കാണേണ്ടത് എന്നിവിടെ നൽകിയിട്ടുണ്ട്. ചന്ദ്രഗ്രഹണം നേരിട്ട് നിരീക്ഷിക്കാം. എന്നാൽ സൂര്യഗ്രഹണം സുരക്ഷിത മാർഗങ്ങളിലൂടെ അല്ലാതെ നിരീക്ഷിക്കുന്നത് കണ്ണിന് ഹാനികരമാണ്. അത്തരത്തിലുള്ള വാർത്തകളും നമ്മൾ ന്യൂസിൽ കേട്ടിട്ടില്ലേ? കണ്ണിന് റെറ്റിനയ്ക്കും മറ്റു ഒക്കെ അപകടങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്നു. ഭാഗികമായോ പൂർണ്ണമായോ കാഴ്ച നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഫിൽട്ടർ ഉപയോഗിച്ചും വിവിധ രീതിയിൽ സൂര്യരശ്മികൾ പ്രതിപതിപ്പിച്ചും മാത്രമേ സൂര്യഗ്രഹണം നിരീക്ഷിക്കാനായി പാടുള്ളൂ. അപ്പോൾ ടെലിസ്കോപ്പ്, ബൈനോക്കുലർ എന്നിവയിൽ ഗുണമേന്മയുള്ള ഫിൽട്ടറുകൾ ഉപയോഗിച്ച് ഗ്രഹണം നമുക്ക് നിരീക്ഷിക്കാനായിട്ടുള്ളത് സാധിക്കും. അലങ്കാരങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഗ്ലിറ്റർ പേപ്പറുകൾ പോലെയുള്ളവ ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ സുരക്ഷിതമല്ലാത്ത എക്സ്റേ ഫിലിമുകൾ ഇതൊന്നും സൂര്യഗ്രഹണ നിരീക്ഷണത്തിനായി ഉപയോഗിക്കാൻ പാടില്ല. സോളാർ ഫിൽട്ടർ കണ്ണട, ഇവിടെ സൂര്യഗ്രഹണം നിരീക്ഷിക്കുന്നതിനായിട്ട് പ്രത്യേകമായിട്ട് നിർമ്മിച്ചിട്ടുള്ള കണ്ണട ചിത്രമാണ് നൽകിയിട്ടുള്ളത്. അതാണ് സോളാർ ഫിൽട്ടർ കണ്ണട.
പിന്നെ പിൻ ഹോൾ പ്രൊജക്ടർ തന്നിട്ടുണ്ട്. ഒരു ചെറിയ സുഷിരത്തിലൂടെ സൂര്യപ്രകാശം കടത്തിവിട്ട് പ്രതിബിംബം സ്ക്രീനിൽ പതിപ്പിക്കുന്നു. അപ്പോൾ അതിനായിട്ടും ഇവിടെ ഇതൊരു നിരീക്ഷണ രീതിയാണ് പിൻ ഹോൾ പ്രൊജക്ടർ എന്നത്. പിന്നെ ഇവിടെ നൽകിയിട്ടുള്ളത് എന്താണ്? ടെലിസ്കോപ്പിൽ ഉപയോഗിക്കുന്ന സോളാർ ഫിൽട്ടർ. അപ്പോൾ ഇതുപയോഗിച്ച് ടെലിസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ടൊരു പ്രൊജക്ഷൻ രീതിയുണ്ട്. ഇതുപയോഗിച്ച് നമുക്ക് സൂര്യഗ്രഹണം കാണാവുന്നതാണ്. അതായത് ടെലിസ്കോപ്പിലൂടെയോ അല്ലെങ്കിൽ ബൈനോക്കുലറിലൂടെയോ സൂര്യൻ്റെ ദൃശ്യം ഒരു പ്രതലത്തിൽ പതിപ്പിച്ചുകൊണ്ട് നമുക്ക് നിരീക്ഷിക്കാനായിട്ട് സാധിക്കും. അതാണ് പ്രൊജക്ഷൻ രീതി. അപ്പോൾ ഇങ്ങനെ സുരക്ഷിതമായ മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് നമുക്ക് സൂര്യഗ്രഹണം കാണാം. ഇനി സൂര്യഗ്രഹണം മുൻകൂട്ടി അറിയാനായിട്ടും സാധിക്കും. ഗ്രഹണം മുൻകൂട്ടി അറിയുന്നതിനായിട്ട് ഒട്ടേറെ സോഫ്റ്റ്വെയറുകളും ആപ്പുകളൊക്കെ ഇന്ന് ലഭ്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആപ്പുകളോ സോഫ്റ്റ്വെയറുകളോ ഒക്കെ ഉപയോഗിച്ച് ഗ്രഹണം ഏറ്റവും മനോഹരമായി കാണാൻ കഴിയുന്നത് എവിടെയാണ്, ഏത് സമയത്താണ് എന്നൊക്കെ നമുക്ക് മുൻകൂട്ടി കണ്ടെത്താനായിട്ട് സാധിക്കും. കഴിഞ്ഞുപോയ ഗ്രഹണങ്ങളുടെ ദൃശ്യങ്ങൾ വീണ്ടും വീണ്ടും കാണാനായിട്ടും ഇതിലൂടെ സാധിക്കുകയും ചെയ്യും. അപ്പോൾ സൂര്യഗ്രഹണത്തെക്കുറിച്ചും വിശദാംശങ്ങളും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ചന്ദ്രനിലേക്ക് വരാം. രാത്രി ആകാശത്ത് മനോഹരമായിട്ട് പ്രകാശിക്കുന്ന ചന്ദ്രനെ നമ്മൾ കണ്ടിട്ടുണ്ട്. സ്വയം പ്രകാശിക്കുന്നില്ല ചന്ദ്രൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ? സ്വയം പ്രകാശിക്കാത്ത ചന്ദ്രന് എങ്ങനെയാണ് ഇത്രയും ഭംഗിയായിട്ട് ശോഭിക്കാൻ കഴിയുന്നത്? എന്താണ് ചന്ദ്രൻ്റെ ഈ ഒരു ശോഭയ്ക്ക് കാരണം? എന്താണെന്ന് വെച്ചാൽ ചന്ദ്രോപരിതലത്തിൽ പതിക്കുന്ന സൂര്യപ്രകാശം വിസരിതമായിട്ട് പ്രതിപതിച്ച് ഭൂമിയിലേക്ക് എത്തുന്നതാണ് രാത്രി നമ്മൾ കാണുന്ന ആ ഒരു നിലാവ്. അതുകൊണ്ടാണ് ചന്ദ്രൻ്റെ ശോഭയ്ക്ക് ഇത്രയും ഭംഗി. കുറച്ചുകൂടി വിശദമാക്കുന്നതിന് ഇവിടെ താഴെ ഈ ചിത്രം തന്നിട്ടുണ്ട്. ഇവിടെ സൂര്യനിൽ നിന്ന് ചന്ദ്രനിലേക്ക് പതിക്കുന്ന പ്രകാശം പ്രതിപതിച്ച് ഭൂമിയിലേക്ക് എത്തുന്നതാണ് നമ്മൾ ചിത്രത്തിൽ കാണുന്നത്. അവിടെ ഈ സൂര്യപ്രകാശം ചന്ദ്രനിൽ തട്ടി പ്രതിപതിച്ച് വരുന്നതിനെയാണ് നിലാവെളിച്ചം എന്ന് പറയുന്നത്. അതാണ് നമ്മൾ കാണുന്നത്. ചന്ദ്രൻ്റെ ഉപരിതലം എന്താണ്? മിനുസമുള്ളതാണോ? അല്ല, നമ്മൾ ചിത്രത്തിലുമൊക്കെ ആയിട്ട് കണ്ടിട്ടില്ലേ? അപ്പോൾ എന്താണ്? ചന്ദ്രൻ്റെ ഉപരിതലം പരുപരുത്തതാണ്. അങ്ങനെയാണെങ്കിൽ നിലാവെളിച്ചം ഉണ്ടാകുന്നത് ക്രമപ്രതിപതനം മൂലമാണോ വിസരിത പ്രതിപതനം മൂലമാണോ? ചന്ദ്രൻ്റെ ഉപരിതലം പരുപരുത്തതാണ്. അതായത് റഫ് സർഫേസ് ആണ് ചന്ദ്രനുള്ളത്. പ്രകാശം ഒരു പരുപരുത്ത പ്രതലത്തിൽ പതിച്ച് ക്രമരഹിതമായി ചിതറി പ്രതിപതിക്കുന്നതിനെ നമ്മൾ എന്ത് പറയുന്നു? വിസരിത പ്രതിപതനം എന്നാണ് പറയുന്നത്. അപ്പം എന്താണ് നിലാവ് അല്ലെങ്കിൽ മൂൺലൈറ്റ് എന്നത്? ചന്ദ്രോപരിതലത്തിൽ പതിക്കുന്ന സൂര്യപ്രകാശം വിസരിതമായി പ്രതിപതിച്ച് ഭൂമിയിലെത്തുന്നതാണ് നാം രാത്രിയിൽ കാണുന്ന നിലാവ് എന്ന് പറയുന്നത്. നിലാവ് ചന്ദ്രോപരിതലത്തിൽ പതിക്കുന്ന സൂര്യപ്രകാശം വിസരിതമായി പ്രതിപതിച്ച് ഭൂമിയിലെത്തുന്നതാണ് നമ്മൾ രാത്രിയിൽ കാണുന്ന നിലാവ് അഥവാ മൂൺലൈറ്റ്. ഇനി അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ഇതാണ്: നിലാവ് കൂടുതലുള്ള രാത്രിയും നിലാവ് തീരെ ഇല്ലാത്ത രാത്രികളും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? എന്താണ് അതിന് കാരണം? അതിലേക്ക് എത്തുന്നതിനായിട്ട് ഒരു ചോദ്യം കൂടെ ചോദിക്കുന്നുണ്ട്. സൂര്യനെ നമ്മൾ എല്ലാ ദിവസവും കാണുന്നത് എങ്ങനെയാണ്? ഒരേ ആകൃതിയിലല്ലേ? പക്ഷെ ചന്ദ്രനെ നമ്മൾ അങ്ങനെയാണോ കാണുന്നത്? ചന്ദ്രന് ഓരോ ദിവസവും ഓരോ ആകൃതിയാണ് അല്ലേ? അപ്പോൾ വിവിധ ദിവസങ്ങളിൽ നിരീക്ഷിച്ചാൽ നമുക്കത് മനസ്സിലാവും. ചന്ദ്രന് ഓരോ ദിവസവും ഓരോ ആകൃതിയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഗോളാകൃതിയിലുള്ള ചന്ദ്രനെ വിവിധ ദിവസങ്ങളിൽ വ്യത്യസ്ത ആകൃതിയിൽ കാണുന്നത്? അത് മനസ്സിലാക്കുന്നതിനായിട്ട് ഇവിടെ ഒരു പരീക്ഷണം തന്നിട്ടുണ്ട്. അപ്പം അതിനായിട്ട് 3 സ്മൈലി ബോളുകൾ വേണം, കറുത്ത പെയിൻറ്റ് വേണം. എന്തിനാണ്? ഇതുപോലെ മനസ്സിലാക്കുന്നതിനായിട്ടാണ്. ഇനി ഇവിടെ താഴെ കൊടുത്തിട്ടുള്ള ചിത്രങ്ങളും ബോക്സുകളിലെ കുറിപ്പുകളും ഒക്കെ നോക്കി നമ്മൾ ഇതുപോലെ സ്മൈലി ബോളുകളുടെ പകുതി ഭാഗം കറുത്ത പെയിൻ്റ് അടിച്ച് വെക്കുകയാണ്. ഇപ്പോൾ സ്മൈലി ഫേസിൻ്റെ മറുവശം പൂർണ്ണമായിട്ടും പെയിൻറ്റ് ചെയ്തിട്ട് ഒന്നാമത്തെ ചിത്രം പോലെ തയ്യാറാക്കാം. രണ്ടാമത് സ്മൈലി ഫേസിൻ്റെ പകുതി ഭാഗം മറയുന്നത് പോലെ ഈ ചിത്രത്തിൽ തന്നിട്ടുള്ളതുപോലെ പെയിൻറ്റ് ചെയ്യാം. മൂന്നാമത്തേത് സ്മൈലി ഫേസ് മുഴുവൻ മറയുന്നത് പോലെ ഈ ഒരു ഭാഗം പെയിൻറ്റ് ചെയ്ത് തയ്യാറാക്കി വയ്ക്കാം. അതിനുശേഷം കറുത്ത പെയിൻറ് ചെയ്ത ഭാഗം എന്താണ്? ചന്ദ്രൻ്റെ നിഴൽ ഭാഗവും പെയിൻറ് ചെയ്യാത്ത ഭാഗം എന്താണ്? അവിടെ ചന്ദ്രനിൽ പ്രകാശം പതിക്കുന്ന ഭാഗവുമാണ്. അത് ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ താഴെ ചിത്രത്തിൽ കാണുന്ന വിധം ബോളുകൾ ക്ലാസ്സിലേക്ക് കിഴക്ക് പടിഞ്ഞാറ് ദിശയിലായിട്ട് വെക്കുക. സ്മൈലി ബോളിൻ്റെ പെയിൻറ് ചെയ്യാത്ത ഭാഗം പ്രകാശത്തിന് അഭിമുഖമായിട്ടും അതിനുശേഷം കറുത്ത പെയിൻറ് ചെയ്തിട്ടുള്ള ഭാഗം എങ്ങനെ ചെയ്യണം? പ്രകാശത്തിന് എതിർവശത്തുമായിട്ടും വെക്കണം. ഇവിടെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? സ്മൈലി ബോൾസൊക്കെ ചന്ദ്രനും ഈ ഒരു പ്രകാശ സ്രോതസ് ബൾബ് സൂര്യനാണ് എന്ന് സങ്കല്പിക്കുക. എന്നിട്ട് ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ വരുന്ന സ്ഥാനങ്ങളായിട്ട് A, B, C എന്ന് കണക്കാക്കുക.
ഇവിടെ തന്നിട്ടുള്ളതുപോലെ, ഈ ചിത്രത്തിൽ തന്നിട്ടുള്ളതുപോലെ, കിഴക്ക് പടിഞ്ഞാറൊക്കെ മെൻഷൻ ചെയ്ത് ചിത്രത്തിൽ തന്നിട്ടുണ്ട്. ഈ ചിത്രത്തിൽ തന്നിട്ടുള്ളതുപോലെ എ എന്ന ബോളിനും സി എന്ന ബോളിനും മധ്യത്തിൽ ഇരുന്നു കൊണ്ട് ഈ കുട്ടി നിരീക്ഷിക്കുന്നത് പോലെ നിരീക്ഷിക്കുക. അങ്ങനെ നിരീക്ഷിക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് കാണാനായിട്ട് സാധിക്കുന്നത്? ഇവിടെ ഈ ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. എന്താണ്? നിഴൽ ഭാഗം പൂർണ്ണമായും കുട്ടിക്ക് കാണാൻ സാധിക്കുന്നത് ഏത് ബോളിലാണ്? ഇവിടെ ഈ ചിത്രത്തിൽ നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. നിഴൽ ഭാഗം ഈ കുട്ടിക്ക് ദൃശ്യമാകുന്ന ഏതിലാണ്? എ എന്ന ബോളിലല്ലേ? എയിലാണ് നിഴൽ ഭാഗം ദൃശ്യമാകുന്നത്. പകുതി പ്രകാശഭാഗവും പകുതി നിഴൽ ഭാഗവും കാണുന്നത് ഏത് സ്ഥാനത്ത് വെച്ച ബോളിലാണ്? പകുതിയായിട്ട് കാണുന്ന ഏതിലാണ്? പകുതി പ്രകാശഭാഗവും പകുതി നിഴൽ ഭാഗവും കാണുന്നത് ബി എന്ന ബോളിലാണ് അല്ലേ? പ്രകാശം പതിയുന്ന ഭാഗം പൂർണ്ണമായും കുട്ടിക്ക് കാണാൻ സാധിക്കുന്നത് ഏത് ബോളിലാണ്? ഈ ഒരു ഇമോജി ഫേസിൻ്റെ ഈ ഒരു സ്മൈലി ഫേസ് ഫുള്ളായിട്ട് പ്രകാശം കാണുന്നത് സിയിലല്ലേ? അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. പ്രകാശം പതിയുന്ന ഭാഗം സി എന്ന ഈ ഒരു പൊസിഷനിൽ വെക്കുമ്പോൾ കുട്ടിക്ക് പൂർണ്ണമായിട്ടും കാണാനായിട്ട് സാധിക്കും അല്ലേ? ക്ലിയർ അല്ലേ? കറക്റ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കിതിൽ നിന്നൊരു നിഗമനത്തിലെത്താം. എന്താണ്? കുട്ടി വിവിധ ദിവസങ്ങളിൽ സൂര്യാസ്തമയ ശേഷം ചന്ദ്രനെ ആകാശത്ത് കണ്ട സ്ഥാനവും ആകൃതിയും ഇവിടെ താഴെ നൽകിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് കുറച്ചുകൂടി വ്യക്തമാക്കുന്ന രീതിയിൽ കുട്ടി വിവിധ ദിവസങ്ങളിൽ സൂര്യാസ്തമയ ശേഷം ചന്ദ്രനെ ആകാശത്ത് കണ്ട സ്ഥാനവും ആകൃതിയും ഇവിടെ ഒന്നുകൂടി വ്യക്തമായി നൽകിയിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാകുന്നു? ഇവിടെ നോക്കിക്കേ, ഇവിടെ ഡി എന്നും ഇ എന്നും എഫ് എന്നും നൽകി നമുക്കിവിടെ ചിത്രം പൂർത്തിയാക്കി കുറച്ചുകൂടി വ്യക്തമാക്കി നൽകിയിട്ടുണ്ട്. ഈ ചിത്രം മനസ്സിലാക്കിക്കൊണ്ട് താഴെ തന്നിട്ടുള്ള ഈ ഒരു ടേബിൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണ്. എന്താണ്? ചന്ദ്രൻ ഡി എന്ന സ്ഥാനത്തെത്തുമ്പോൾ എങ്ങനെയാണ്? ചന്ദ്രൻ ഇവിടെയാണ് ഡി വരുന്നത്. ചന്ദ്രൻ ഡി എന്ന സ്ഥാനത്തെത്തുമ്പോൾ ചന്ദ്രൻ്റെ നിഴൽ ഭാഗം പൂർണ്ണമായിട്ടും ഭൂമിക്ക് അഭിമുഖമായിട്ടാണ് വരുന്നത്. അന്ന് എന്ത് ദിവസമായിരിക്കും? അമാവാസി ദിവസമായിരിക്കും. കറുത്ത വാവ്, കലണ്ടറിൽ ഇങ്ങനെ കറുത്ത ഒരു ഡോട്ട് മെൻഷൻ ചെയ്ത് കണ്ടിട്ടില്ലേ? കറുത്ത വാവ് ദിവസമായിരിക്കും. പൂർണ്ണമായിട്ടും കറുപ്പിച്ചിട്ട് ഒരു കറുത്ത കുത്ത് കാണാനായിട്ട് പറ്റും. കറുത്ത വാവ് അഥവാ അമാവാസിയാണ് അന്ന്. ഈ എന്ന സ്ഥാനത്തേക്ക് ചന്ദ്രൻ എത്തുമ്പോൾ എങ്ങനെയാണ്? പകുതി ഭാഗം കാണാനായിട്ട് പറ്റും. പകുതി പ്രകാശിത ഭാഗവും പകുതി നിഴൽ ഭാഗവുമായിട്ട് ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്നുണ്ട്. അന്ന് അർദ്ധചന്ദ്രനായിരിക്കും. ഇനി എഫിലേക്ക് വരുമ്പോൾ, സ്ഥാനം എഫിലെത്തുമ്പോൾ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം പൂർണ്ണമായിട്ടും ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്നു. അന്ന് എന്താണ്? അന്ന് പൗർണമിയാണ്. വെളുത്ത വാവാണ്. ഇതുപോലൊരു വൈറ്റ് സർക്കിൾ കണ്ടിട്ടില്ലേ കലണ്ടറിൽ? അത് പൗർണമിയാണ്, അല്ലെങ്കിൽ വെളുത്ത വാവാണ്. ഓക്കെ ആണല്ലോ? ഇനി ഈ ടേബിളിലേക്ക് തിരിച്ചു വന്നാൽ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ചന്ദ്രൻ ഡി സ്ഥാനത്തെത്തുമ്പോൾ ചന്ദ്രൻ്റെ നിഴൽ ഭാഗം പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായി വരുന്നു. ചന്ദ്രൻ ഈ സ്ഥാനത്തെത്തുമ്പോൾ പകുതി പ്രകാശിത ഭാഗവും പകുതി നിഴൽ ഭാഗവും ഭൂമിക്ക് അഭിമുഖമായി വരുന്നു. ചന്ദ്രൻ എഫ് സ്ഥാനത്തെത്തുമ്പോൾ പ്രകാശിത ഭാഗം പൂർണ്ണമായി ഭൂമിക്ക് അഭിമുഖമായി വരുന്നു. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞ അമാവാസിയും പൗർണമിയും എന്താണ്? ചന്ദ്രൻ്റെ നിഴൽ ഭാഗം പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായി വരുന്ന ദിവസമാണ് അമാവാസി അഥവാ കറുത്ത വാവ്. ഈ ദിവസം നമുക്ക് ചന്ദ്രനെ കാണാൻ സാധിക്കുമോ? ഇല്ല, ഈ ദിവസം നമുക്ക് ചന്ദ്രനെ കാണാൻ സാധിക്കില്ല. അമാവാസി ദിവസം അല്ലെങ്കിൽ കറുത്ത വാവ് ദിവസം നമുക്ക് ചന്ദ്രനെ കാണാൻ സാധിക്കില്ല. ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായി വരുന്ന ദിവസമാണ് പൗർണമി അഥവാ വെളുത്ത വാവ്. ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗത്തിൻ്റെ പകുതിയും നിഴൽ ഭാഗത്തിൻ്റെ പകുതിയും ഭൂമിക്ക് അഭിമുഖമായി വരുമ്പോൾ നമ്മൾ അർദ്ധചന്ദ്രനെ കാണുന്നു. ഓക്കെ അല്ലേ? ഇനി വൃദ്ധിയും ക്ഷയവും. ഇവിടെ തന്നിട്ടുള്ള ഈ ചിത്രങ്ങൾ നിരീക്ഷിക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു അമാവാസി മുതൽ പൗർണമി വരെ. ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ളതുപോലെ അമാവാസി മുതൽ പൗർണമി വരെയും പൗർണമി മുതൽ അമാവാസി വരെയുമുള്ള ഈ ചന്ദ്രൻ്റെ പരിക്രമണം രണ്ട് ചിത്രങ്ങളിലായിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. ചിത്രം എ എന്നും ചിത്രം ബി എന്നും. ഇവിടെ തന്നിട്ടുള്ള ചിത്രങ്ങൾ രണ്ടും ഒരുപോലെയാണോ? ഈ ചിത്രങ്ങളൊന്ന് നിരീക്ഷിച്ചിട്ട് താഴെ തന്നിട്ടുള്ള ഈ ചോദ്യങ്ങൾക്ക് നമുക്കൊന്ന് ഉത്തരം കണ്ടെത്താം. അപ്പം നമുക്ക് ഈ ഒരു ആശയത്തിലേക്ക് എത്താനായിട്ട് പറ്റും. ഏത് ചിത്രത്തിലാണ് ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ വർദ്ധിച്ചു വരുന്നതായിട്ട് തോന്നുന്നത്? ഭൂമിയിൽ നിന്ന് നോക്കുന്ന സമയത്ത് ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം വർദ്ധിച്ചു വരുന്നതായിട്ട് തോന്നുന്നത് ഏതിലാണ്?
ചിത്രം എയിലല്ലേ? ഇവിടുന്ന് നോക്കുമ്പോൾ അല്ലേ ചന്ദ്രൻ നമുക്ക് പ്രകാശം കൂടി 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 വരുന്നതായിട്ട് തോന്നുന്നത്. അപ്പോൾ ചിത്രം എയിലാണ്. ഏത് ചിത്രത്തിലാണ് പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ കറുത്ത് വരുന്നതായിട്ട് തോന്നുന്നത്? ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ കറുത്ത് വരുന്നതായിട്ട് തോന്നുന്നത് ചിത്രം ബിയിലാണ്. അങ്ങനെയാണെങ്കിൽ വൃദ്ധിക്ഷയം എന്ന് പറഞ്ഞാൽ എന്താണ്? ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് കറുത്ത വാവ് മുതൽ വെളുത്ത വാവ് വരെ കൂടി വരുന്നു എന്നാണ്. ഈ കാലയളവിനെയാണ് വൃദ്ധി അഥവാ വെളുത്ത പക്ഷം എന്ന് പറയുന്നത്. ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് കറുത്ത വാവ് മുതൽ വെളുത്ത വാവ് വരെ കൂടി വരുന്നു എന്നാണ്. ഇങ്ങനെ കൂടി വരുന്ന ഈ ഒരു കാലയളവിനെയാണ് വെളുത്ത പക്ഷം അല്ലെങ്കിൽ വൃദ്ധി എന്ന് പറയുന്നത്. വൃദ്ധി അല്ലെങ്കിൽ വെളുത്ത പക്ഷം എന്ന് പറയുന്നത്. ഇനി ഈ ഒരു കേസ് പറയുമ്പോൾ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് വെളുത്ത വാവ് മുതൽ കറുത്ത വാവ് വരെ കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ടാണെങ്കിൽ ഈ ഒരു കാലയളവിനെ ക്ഷയം അഥവാ കറുത്ത പക്ഷം എന്ന് പറയുന്നു. കറുത്ത പക്ഷം അഥവാ ക്ഷയം എന്ന് പറയുന്നു. ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് വെളുത്ത വാവ് മുതൽ കറുത്ത വാവ് വരെ കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ടാണ് എങ്കിൽ ഈ കാലയളവിനെ ക്ഷയം അഥവാ കറുത്ത പക്ഷം എന്നാണ് പറയുന്നത്. ഇനി ഭൂമിയെ പരിക്രമണം ചെയ്യുന്ന ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിൻ്റെ വ്യത്യാസത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വൃദ്ധിക്ഷയം എന്ന് പറയുന്നത്. ഭൂമിയെ പരിക്രമണം ചെയ്യുന്ന ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിൻ്റെ വ്യത്യാസത്തെ നമ്മൾ എന്ത് പേരിൽ വിളിക്കുന്നു? വൃദ്ധിക്ഷയം എന്ന് വിളിക്കുന്നു. വൃദ്ധിക്ഷയം. ചന്ദ്രനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ എന്തായാലും ചാന്ദ്ര ദൗത്യങ്ങളെക്കുറിച്ച് പഠിക്കണം. അപ്പോൾ ചന്ദ്രനിൽ ഇറങ്ങിയ ഇന്ത്യൻ വിസ്മയമാണ് ചാന്ദ്രയാൻ മിഷൻസ്. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിനരികിൽ ആദ്യമായി ഇറങ്ങുന്ന പേടകമാണ് ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള ചാന്ദ്രയാൻ 3 എന്നത്. 2023 ജൂലൈ 14 നമുക്കറിയാം. PSC ക്വസ്റ്റ്യൻ പേപ്പർ റിവൈസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ചാന്ദ്രയാൻ വിക്ഷേപിച്ച ദിവസം, ചാന്ദ്രയാൻ സുരക്ഷിതമായി ഇറങ്ങിയ ദിവസം എന്ന രീതിയിലൊക്കെ ഡേറ്റ് വർഷം കൃത്യമായി ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ പഠിച്ചു വെക്കണം. ചാന്ദ്രയാൻ 3 എപ്പോഴാണ് വിക്ഷേപിച്ചത്? 2023 ജൂലൈ 14 2023 ജൂലൈ 14 വിക്ഷേപിച്ച ചന്ദ്രയാൻ 3 2023 ഓഗസ്റ്റ് 23 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിനരികിൽ സുരക്ഷിതമായി ഇറങ്ങി. ഇവിടെ ഈ ഒരു നേട്ടം ഇന്ത്യക്ക് സ്വന്തമാണ്. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിനരികിൽ ആദ്യമായി ഇറങ്ങുന്ന പേടകം ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള ചന്ദ്രയാൻ 3 ആണ്. ഓക്കെ, ചന്ദ്രയാൻ 3. അതുകൂടാതെ മറ്റൊരു നേട്ടം കൂടി ഇന്ത്യക്ക് അവിടെ ലഭിച്ചു. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ 4ാമത്തെ രാജ്യം കൂടിയാണ് നമ്മുടെ ഇന്ത്യ. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ 4ാമത്തെ രാജ്യം കൂടിയാണ് ഇന്ത്യ. ഭാവിയിൽ ചന്ദ്രനിൽ നിന്ന് പാറയും മണ്ണും ഭൂമിയിലെത്തിക്കാനുള്ള ചന്ദ്രയാൻ ദൗത്യങ്ങളുമായി ISRO മുന്നേറുകയാണ്. മറ്റൊരു ബഹിരാകാശ ദൗത്യം മനുഷ്യനെ ബഹിരാകാശത്തേക്ക് എത്തിക്കാനുള്ള ഗഗൻയാൻ, ചൊവ്വ പര്യവേഷണ വാഹനമായിട്ടുള്ള മംഗൾയാൻ 2 എന്നിവയും ISROയുടെ ഭാവി ദൗത്യങ്ങളാണ്. ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങളെക്കുറിച്ച് ISROയുടെ വെബ്സൈറ്റ്, ഔദ്യോഗിക വെബ്സൈറ്റ് ആയിട്ടുള്ള isro.government.in എന്ന ഈ ഒരു വെബ്സൈറ്റിൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഓരോ ഇന്ത്യക്കാരും അഭിമാന പുരസ്സരം നോക്കിക്കാണുന്നതാണ് ഇന്ത്യയുടെ ഈ നേട്ടങ്ങളെല്ലാം തന്നെ. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിലൂടെ നമുക്ക് അവയെല്ലാം കൃത്യമായി അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിനരികിൽ ആദ്യമായി ഇറങ്ങുന്ന പേടകമാണ് ചാന്ദ്രയാൻ 3. 2023 ജൂലൈ 14 വിക്ഷേപിച്ചത്. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിനരികിൽ സുരക്ഷിതമായി ഇറങ്ങി. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ 4ാമത്തെ രാജ്യം കൂടിയാണ് ഇന്ത്യ. ഇതിനോടൊപ്പം തന്നെ ചന്ദ്രയാൻ 1 വിക്ഷേപിച്ച തീയതി, ചന്ദ്രയാൻ 2 വിക്ഷേപിച്ച തീയതി കൂടി ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഇനി കലണ്ടർ നോക്കാം. ചന്ദ്രൻ്റെ അമാവാസി ദിനവും പൗർണമി ദിനവും കലണ്ടറിൽ എങ്ങനെ നോക്കി കണ്ടെത്താം? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, കലണ്ടറിൽ അമാവാസി എങ്ങനെ കാണപ്പെടുന്നു അല്ലെങ്കിൽ പൗർണമി എങ്ങനെ കാണപ്പെടുന്നു എന്നുള്ളത്. കലണ്ടറിൽ അമാവാസി രേഖപ്പെടുത്താൻ ഇവിടെ ഈ തന്നിട്ടുള്ള ഈ അടയാളം കണ്ടില്ലേ, ഈ ഒരു കറുത്ത ഡോട്ട് പോലത്തെ ഈ ഒരു അടയാളമാണ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ അതിനോട് സമാനമായിട്ടുള്ള ഒരു അടയാളം ഉപയോഗിക്കുന്നു. പൗർണമി അടയാളപ്പെടുത്താൻ ഈ ഒരു ചെറിയ വട്ടമാണ്, ഈ ഒരു അടയാളമാണ് ഉപയോഗിക്കുന്നത്. നൽകിയിരിക്കുന്ന കലണ്ടറിൽ, ഇവിടെ ഈ തന്നിട്ടുള്ള കലണ്ടറിൽ നോക്കിക്കേ, ഇവിടെ ഈ കലണ്ടറിൽ
പൗർണമി അടയാളപ്പെടുത്തിയിട്ടുള്ളത് മെയ് 5-നാണ്. ഈ ചെറിയൊരു വട്ടം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ലേ? മെയ് 5-നാണ്. 2023 മെയ്യിലെ കലണ്ടറാണ് തന്നിട്ടുള്ളത്. മെയ് 5-നാണ് ഇവിടെ വെളുത്ത വാവ് കാണുന്നത്, അല്ലെങ്കിൽ പൗർണമി കാണുന്നത്. അമാവാസി എവിടെയാ? 19-നാണ്. മെയ് 19-ന് കാണുന്നില്ലേ? നിങ്ങൾക്ക് ഇനി ഇത് കാണുന്ന സമയത്ത് ഇത് ഓർമ്മ വരും. അറിയാത്തവരാണ് എങ്കിൽ ഇത് ഓർത്തിരിക്കുക. ഓക്കെ, പൗർണമിയിൽ നിന്ന് അമാവാസിയിലേക്ക് എത്താൻ എത്ര ദിവസം എടുത്തു? പൗർണമിയിൽ നിന്ന് അമാവാസിയിലേക്ക് എത്തുന്നതിനായിട്ട് 14 ദിവസമാണ് എടുത്തത്. 14 ദിവസം. അങ്ങനെയാണെങ്കിൽ അടുത്ത മാസം, തൊട്ടടുത്ത മാസത്തെ കലണ്ടർ നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ പൗർണമി എവിടെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്? 4-ലാണ്. ജൂൺ 4-നാണ് പൗർണമി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ അമാവാസി എപ്പോഴാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്? ജൂൺ 18-നാണ്. ജൂൺ 18-ന്. ഇനി അടുത്തൊന്ന് നോക്കുകയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 2 കലണ്ടറും തമ്മിലൊന്ന് പരിശോധിക്കാം. അപ്പോൾ ഒരു അമാവാസിയിൽ നിന്ന് തൊട്ടടുത്ത അമാവാസി വരെ എത്താൻ എത്ര ദിവസം വേണ്ടി വന്നു? ഇവിടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 19-ഉം ഇവിടെ 18-ഉമാണ്. അപ്പോൾ എത്രയാണ്? 30 ദിവസം എടുത്തു അല്ലേ? 30 ദിവസം എടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു ആശയം ഇതാണ്. അപ്പോൾ ഇതെവിടെ നൽകിയിട്ടുണ്ട്? ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യാൻ ചന്ദ്രന് 27 ദിവസമാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട്. എന്താണ് ആ ഒരു വ്യത്യാസത്തിന് കാരണം? അതായത് അമാവാസി മുതൽ അടുത്ത അമാവാസി വരെ ഭൂമിക്ക് ഒരു തവണ സൂര്യനെ പരിക്രമണം ചെയ്യാൻ എത്ര ദിവസം വേണം? 365 ദിവസം വേണം. ഇവിടെ താഴെ നൽകിയിട്ടുണ്ട്. നമുക്ക് അതായത് ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യാൻ ചന്ദ്രന് 27 ദിവസമാണ് വേണ്ടത്. ഇവിടെ ഒരു വ്യത്യാസം വന്നതിന് കാരണം താഴെ നൽകിയിട്ടുണ്ട്, വിശദമായി നൽകിയിട്ടുണ്ട്. ഭൂമിക്ക് ഒരു തവണ സൂര്യനെ പരിക്രമണം ചെയ്യാൻ എത്ര ദിവസം വേണം? 365 ദിവസം വേണം അല്ലേ? ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുമ്പോൾ ഭൂമി ചന്ദ്രനുമൊത്ത് സൂര്യനു ചുറ്റും പരിക്രമണ പാതയിൽ കുറച്ചു ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഭൂമിക്കുണ്ടാകുന്ന സ്ഥാനമാറ്റം കാരണം ചന്ദ്രക്കലകൾ ആവർത്തിച്ച് കാണാൻ ചന്ദ്രന് അതേ പാതയിൽ കുറച്ചുകൂടി ദൂരം കൂടുതൽ സഞ്ചരിക്കേണ്ടി വരില്ലേ? ഇതിനാണ് ഈ 2 ദിവസത്തിലധികം സമയം ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് കറുത്ത വാവ് മുതൽ അടുത്ത കറുത്ത വാവ് വരെ 29.5 ദിവസങ്ങൾ വരുന്നത്. മനസ്സിലായോ? അതായത് നമ്മളോട് ഇവിടെ പറഞ്ഞില്ലേ, ഈ 19 മുതൽ 18 വരെ എത്ര ദിവസം? 30 ദിവസം വരുന്നുണ്ട്. അതായത് 29.5 ദിവസം റൗണ്ട് ആക്കിയിട്ട് 30 ദിവസം പറയുന്നതാണ്. ഇവിടെ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യാൻ ചന്ദ്രന് 23 ദിവസമാണ് വേണ്ടത്. ഈ വ്യത്യാസത്തിന് കാരണമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഭൂമിക്ക് ഒരു തവണ സൂര്യനെ പരിക്രമണം ചെയ്യാൻ 365 ദിവസം വേണം. നമ്മളത് 365 കൂട്ടുന്നു എന്ന് നമുക്കറിയാം. ഇനി ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുമ്പോൾ ഭൂമി ചന്ദ്രനുമൊത്ത് സൂര്യന് ചുറ്റും പരിക്രമണ പാതയിൽ കുറച്ചു ദൂരം നീങ്ങിയിട്ടുണ്ടാവും. ഭൂമിക്കുണ്ടാകുന്ന ആ ഒരു സ്ഥാനമാറ്റം കാരണം ചന്ദ്രക്കലകൾ ആവർത്തിച്ച് കാണുന്നതിനായിട്ട് ചന്ദ്രന് അതേ പാതയിൽ കുറച്ചു ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നുണ്ട്. ഇതിന് ഇവിടെ 2 ദിവസത്തിലധികം സമയം വേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വ്യത്യാസം ഇവിടെ അനുഭവപ്പെടുന്നത് എന്നാണ് പറഞ്ഞത്. ക്ലിയർ ആണോ? അതുകൊണ്ടാണ് കറുത്ത വാവ് മുതൽ കറുത്ത വാവ് വരെ, മറ്റൊരു കറുത്ത വാവ് വരെ 29.1/2 ദിവസങ്ങൾ വേണ്ടി വരുന്നത്. 29.5 ദിവസം. അപ്പോൾ ഇവിടെ അതൊന്ന് റൗണ്ട് ചെയ്തിട്ടാണ് 30 ദിവസം എന്ന് കണക്കാക്കുന്നത്. ചന്ദ്രകലകളെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള കലണ്ടറുകൾ നോക്കുകയാണെങ്കിൽ അതിൽ മാസങ്ങളിൽ 29, 30 ദിവസങ്ങൾ മാറി മാറി വരുന്നത് കാണാൻ പറ്റും. അത് ഈ ഒരു 29.5 ദിവസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നതിനിടയിൽ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലുള്ള നക്ഷത്രങ്ങൾ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കും. വീണ്ടും അതേ നക്ഷത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചന്ദ്രൻ എത്തുമ്പോഴാണ് ഒരു പരിക്രമണം പൂർത്തിയാക്കുന്നത്. ക്ലിയർ ആണോ? വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ല നമ്മൾ പറഞ്ഞത്, എളുപ്പമാണ്. ഒന്നുകൂടി ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാകും. ക്ലിയർ ആണ് എങ്കിൽ ഓക്കെയാണ്. നമ്മുടെ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചു കേട്ടോ. പറഞ്ഞ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഒന്ന് ശ്രദ്ധ കൊടുക്കുക, നമ്മുടെ ചുറ്റുപാടൊന്ന് നിരീക്ഷിക്കുക, അത്രയേ ഉള്ളൂ. പറഞ്ഞ കാര്യങ്ങൾ നന്നായിട്ട് റിവൈസ് ചെയ്ത് മനസ്സിലാക്കി പഠിച്ച് ഉറപ്പിച്ച് വെക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.